ഹായ് ഓൾ, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. അപ്പോൾ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ അല്ല ചെയ്യാൻ പോകുന്നത്, മറിച്ച് ഞാനൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്തിനെ പറ്റിയാണ് അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഏത് മൂവിനെ പറ്റിയാണ് അപ്ഡേറ്റ് എന്നുള്ളത്. എന്നാലും ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആക്ഷൻ ത്രില്ലേഴ്സ് വാർ 2 പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വാർ 2 ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ കൂടുതൽ ടൈമൊന്നും എടുക്കണില്ല, നമുക്ക് പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാം. വാർ 2 ട്രെയിലർ റിലീസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ട്രെയിലർ ഈ അടുത്ത് റിലീസ് ചെയ്യുമെന്നുള്ള കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും ഏകദേശം കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്, ട്രെയിലർ ഈ ആഴ്ച റിലീസിന് ഒരുങ്ങുകയാണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് മോസ്റ്റ്ലി ഓൺ 25th ജൂലൈ ആണ് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ കൂടെ 24th ആയിട്ട് ഒരു അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ മേ ബി ഒരു പോസ്റ്റർ ഇറക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് അഗെയിൻ അത് കൺഫേംഡ് ആയിട്ടില്ല 100%. എന്നാലും ചാൻസസ് ആർ റിയലി ഹൈ. സോ ട്രെയിലറിന് വേണ്ടിയിട്ട് ഞാൻ അത്രയധികം കാത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടീസർ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ടീസർ ഒരു 2-3 ആഴ്ച മുന്നേ തോന്നുന്നു ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് അതിൽ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NTR വരുന്ന പോർഷനും പിന്നെ VFX വരുന്നു. അതിൽ NTR എന്താ പറയുക, ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരു ട്രെയിനിൻ്റെ മുകളിലേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതൊട്ടും എന്താ പറയുക, ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഒരു സീക്വൻസ് കണ്ടിട്ട്. കാരണം വാർ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം വാർ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയായിരുന്നു. ആ ഒരു ബെഞ്ച് മാർക്കിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാർ 2 ടീസർ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ആൻഡ് ഈവൻ എല്ലാവർക്കും ഒരു മിക്സഡ് റിവ്യൂ അതിനെ പറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലറിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈവൻ NTRൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ NTR ഒരു മിസ്കാസ്റ്റ് ആയി പോയോ എന്ന് എനിക്ക് ആ ടീസർ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. കാരണം ഇവർ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറിനെ സൗത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് നോർത്തിലേക്ക് അഭിനയിപ്പിക്കുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക് ടീസർ കണ്ടപ്പോൾ വന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. കാരണം അതിൻ്റെ VFXും അതിൻ്റെ NTR വരുന്ന പോർഷനിലുള്ള ഫൈറ്റ് സീക്വൻസൊക്കെ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ആൻഡ് അതൊക്കെ ട്രെയിലറിൽ മാറ്റിക്കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിക്കണേ. ഹോപ്പ്ഫുള്ളി അതൊക്കെ മാറും. ആൻഡ് സിനിമയിലാവട്ടെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ പറ്റുമെന്ന് വിചാരിക്കണം. ആൻഡ് യെസ്, ഐ എം വെയിറ്റിംഗ് ഫോർ ദ മൂവി. ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ 14th ഓഗസ്റ്റ്. ആൻഡ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അയാൻ മുഖർജിയാണ്. ആളുടെ വേറെ മൂവീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ബ്രഹ്മാസ്ത്ര പാർട്ട് 1, പിന്നെ ഏ ജവാനി ഹേ ദിവാനി. ഇതൊക്കെയായിരുന്നു ആളെ മുൻപത്തെ സിനിമകൾ. ആൻഡ് വാർ 1 വരുന്ന സമയത്ത് ഇത് എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വാർ 1 ആക്ച്വലി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിദ്ധാർത്ഥ് ആനന്ദാണ്. അപ്പോൾ ഈ സിനിമ വേറെ ആളാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദർ മൈറ്റ് ബി സം ചേഞ്ചസ്. കാരണം ആളുടെ വിഷനായിരുന്നു ഇനീഷ്യലി വാർ. പിന്നെ അത് YRFൻ്റെ അണ്ടറിൽ വന്നുകൊണ്ട് YRF ആക്ച്വലി അതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അണ്ടറിലാക്കി കൊണ്ടുവന്നു. അപ്പോൾ YRF സ്പൈ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഏക് ദ ടൈഗർ, അതേപോലെ ടൈഗർ ജിന്ദാ ഹേ, വാർ, പിന്നെ പഠാൻ, പിന്നെ ടൈഗർ 3, ഇതൊക്കെ ആണ് ഈ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ അവരെ യൂണിവേഴ്സിൽ വരുന്ന മൂവീസ്. ആൻഡ് അതിൻ്റെ അടുത്ത 6th ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് വാർ 2 വരുന്നത്. സോ ടീസറിനെക്കാളും നന്നായിട്ട് ട്രെയിലർ വരും. അതേപോലെ തന്നെ സിനിമ അതിനെക്കാളും നന്നാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ടീസറിൻ്റെ ഡ്യൂറേഷൻ റിപ്പോർട്ട് അനുസരിച്ച് 2 minutes 39 seconds ആണ് പറയണത്. സോ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡീസൻറ്റ് ഡ്യൂറേഷനാണ്. കാരണം പൊതുവേ എല്ലാ ബോളിവുഡ് മൂവീസിനും 3 to 4 minutes ആണ് ട്രെയിലർ കട്ട് വരാറ്. ആൻഡ് എനിക്കത് ഭയങ്കര എന്താ പറയുക, കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരു സിനിമേൻ്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു പോണ രീതിയിലത് ഇതത്രയല്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഒരു ട്രെയിലർ ഇറങ്ങണു. ആൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു കിടിലൻ ട്രെയിലർ തന്നെയാണ് വരാൻ പോണതെന്നാണ് കേട്ടിട്ടുള്ളത്. സോ NTR ഫാൻസ്, ഹൃതിക് റോഷൻ ഫാൻസ്, ഗെറ്റ് റെഡി ഫോർ എ മാസീവ് ഇലക്ട്രിഫൈങ് ട്രെയിലർ. എന്തായാലും നമുക്ക് കാത്തിരിക്കുക, എങ്ങനെയാവും എന്നുള്ളത് ആർക്കും അറിയില്ല. എനിവേസ്, നല്ലൊരു ട്രെയിലർ ആവുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് സിനിമയും നന്നാവുമെന്ന് വിചാരിക്കണം. എന്തായാലും ഞാൻ August 14th സിനിമ ഡെഫിനറ്റായിട്ടും കാണും. കാരണം സിനിമ ഞാൻ എന്തായാലും മിസ്സാക്കില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് സിനിമകൾ. പോരാനിട്ടത് ഹൃതിക് റോഷൻ്റെ മൂവിയാണ്, ഡെഫിനറ്റായിട്ടും കാണും. ആൻഡ് വാർ 1 കണ്ട് അതിൻ്റെ ഒരു ഫാനായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈവൻ വാർ 1, ബാങ് ബാങ്, ഇതൊക്കെ സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ അണ്ടറിലാണ് ഈ സിനിമയൊക്കെ വരുന്നത്. ആൾ തന്നെയായിരുന്നു വാറിൻ്റെയും ബാങ്ങിൻ്റെയും ഒക്കെ ഡയറക്ടർ. ദിസ് ടൈം വേറെ ആളാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് നോക്കാം ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് സിനിമ അവർ റിലീസ് ചെയ്യാൻ പോണേ, എങ്ങനെയാണ് യൂണിവേഴ്സ് കണക്ട് ചെയ്യാൻ പോണേ. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, യൂണിവേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ റൂമേഴ്സ് കടന്ന് കളിക്കുന്നുണ്ട്, അവർ YRF യൂണിവേഴ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതൊക്കെ. അത് എത്രത്തോളം കറക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠാൻ വേഴ്സസ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി, വിച്ച് ഞാൻ കേട്ടത് അത് റീറൈറ്റ് ചെയ്യാൻ കൊടുത്തു. കാരണം
എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം, സ്ക്രിപ്റ്റിൽ കുറച്ച് എന്തൊക്കെയോ പോരായ്മകൾ കാരണം അത് റീറൈറ്റ് ചെയ്യാൻ കൊടുത്തു എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. എനിവേസ് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആ സിനിമ ഷെൽവായി പോയാലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല, കാരണം അത്രയും മോശമായിരുന്നു. എന്താ പറയുക, ടൈഗറിലും അതേപോലെ പഠാനിലും ഇവർ രണ്ടാളെയും ഷാറൂഖ് ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയും ക്യാമിയോ വന്ന സമയത്ത്. സോ നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത്. എനിവേ നിങ്ങൾ സിനിമ കാണാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി വാർ 2ൻ്റെ ട്രെയിലർ റിയാക്ഷനും വേറെ കുറേ മൂവീസിൻ്റെ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ കൂടെ പറയുന്നുണ്ടാവും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, തന്നെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.